ബിരിയാണി കഴിച്ചാ? കഴിച്ചു. എങ്ങനെയുണ്ട്? അടിപൊളി. ഏത് സാധനം കഴിച്ചേ? ബീഫ് ബിരിയാണി ശരിക്കും അടിപൊളി തന്നെയാ? അടിപൊളിയാ, നല്ലുണ്ട്. ആദ്യം ഉണ്ടായ ആ റൈസിന്റെ ടേസ്റ്റ് അല്ല, റൈസ് രണ്ടാമത് ചേഞ്ച് ചെയ്തിനാ? ഞാൻ ഉണ്ടാക്കാം. കുക്കിംഗ് ചേഞ്ച് ആക്കിയതേ ഉള്ളൂ, റൈസാ തന്നെ. വെറും 150 രൂപക്ക് 2 പീസ് ചിക്കൻ വെച്ചുള്ള ചിക്കൻ ബിരിയാണി, അതിന്റെ കൂടെ ഒരു മുട്ട പുഴുങ്ങിയത്, പിന്നെ ഒരു 5 പീസ് കബാബ്, ചെറിയതല്ല അത്യാവശ്യം വലുപ്പമില്ല 5 പീസ് കബാബ്. കേരളത്തിന്റെ കഥ വിട്, കാസർഗോഡ് ജില്ലയിൽ ഈ ഒരു പൈസക്ക് ഇത്രയും ക്വാണ്ടിറ്റി റൈസ് എല്ലാം ഒരാൾക്ക് വയറ് നിറച്ച് കഴിക്കാനില്ല റൈസ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം. ചെന്നൈ ബിരിയാണി തുടങ്ങാൻ കാരണം കാസർഗോഡ് ജില്ലയില് മലബാർ ബിരിയാണി എല്ലായിടത്തും ഉണ്ട്, പക്ഷെ ചെന്നൈ ബിരിയാണി ഇവിടെ ഏടയിട്ടില്ല. കുക്ക് ഞാൻ എത്ര തവണത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? എനിക്ക് 14 വർഷത്തെ. സത്യസന്ധമായിട്ട് പറയണം, എങ്ങനെയുണ്ട് ഭക്ഷണം? ഞാൻ എപ്പോഴും സത്യം പറയില്ല, കാരണം ഇഷ്ടപ്പെട്ടുകൊണ്ട് പറഞ്ഞു. ഞാൻ ചെന്നൈ ബിരിയാണി എന്നെല്ലാം പറയുമ്പം അത്ര പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല പോയത്. പക്ഷെ നല്ല റൈസ് എല്ലാം, നല്ല മന്തിയെല്ലാം കഴിക്കുന്ന പോലെ ചിക്കൻ എല്ലാം നല്ല ഇളകി വരുന്നുണ്ടായിരുന്നു. ചിക്കൻ ചെന്നൈ ബിരിയാണി വെറും 100 രൂപ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ അവര് ബീഫ് ബിരിയാണി കൂടി തുടങ്ങി. കുറെ ആളെ അഭിപ്രായം അനുസരിച്ച് ചെന്നൈ ബീഫ് ബിരിയാണി കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. 120 ചാർജ്. ഇനിയിപ്പോ നോർമൽ ബിരിയാണി വേണമെന്നുണ്ടെങ്കിൽ 2 ചിക്കൻ ഫ്രൈ വെച്ചിട്ട് ഇതേ റൈസ് വെച്ചിട്ട് 100 രൂപക്കും ഇവര് കൊടുക്കുന്നുണ്ട്. കഴിച്ചിന് നല്ല ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്, നല്ല അടിപൊളിയാണ്. ലൊക്കേഷൻ കാഞ്ഞങ്ങാട് അതിഞ്ഞാൽ കേരള ഹോസ്പിറ്റലിന്റെ തൊട്ടുമുട്ടിയിട്ട്. ആദ്യം കുറച്ച് ഹാർഡായിരുന്നു, ഇപ്പൊ നല്ല മണി പോലെ ഞാൻ റൈസ്. ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 4 മാസമായി.